നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC +2 യോഗ്യതയുള്ളവരിൽ നിന്ന് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ CHSL എക്സാമിനേഷന് വിളിച്ചത് അറിഞ്ഞിരിക്കുമല്ലോ. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ വരുന്ന 7-ാം തീയതി അഥവാ മെയ് 7-ാം തീയതി രാത്രി 11 മണി വരെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. +2 യോഗ്യതയുള്ള 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ആർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു CHSL എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വർഷത്തെ പ്രത്യേകത മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3700-ന് മുകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 2000-ന് ചുവടെ മാത്രമേ ഒഴിവുകൾ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എല്ലാ വർഷങ്ങളിലും CHSL യോഗ്യതയിലേക്ക് അല്ലെങ്കിൽ തസ്തികയിലേക്ക് SSC വിളിക്കാറുണ്ട്. OBC കാറ്റഗറിയിലുള്ളവർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 30 വയസ്സ് വരെയുള്ളവർക്കും OBC വിഭാഗത്തിനവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ssc.gov.in എന്ന SSCയുടെ പുതിയ വെബ്സൈറ്റിലാണ് ഈ CHSLന്റെ അപേക്ഷ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 100 രൂപയാണ് അപേക്ഷയുടെ ഫീസ്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായി നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ +2 പരീക്ഷ എഴുതി റിസൾട്ടിന് കാത്തിരിക്കുന്നവർക്കും ഈ ഒരു പരീക്ഷയിലേക്ക് CHSL ലെവലിലേക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരീക്ഷാ സെന്റർ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട്, എറണാകുളം ഉൾപ്പെടെയുള്ള ഏതാനും സെന്ററുകൾ അവൈലബിൾ ആണ്. വിശദമായ വിവരങ്ങൾക്ക് ssc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കേന്ദ്ര സർക്കാർ ഭൂരിഭാഗം ഡിപ്പാർട്ട്മെന്റുകളിലും ഒഴിവുകൾ നികത്തപ്പെടുന്നത് SSC വഴിയാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ എഴുതുന്ന പരീക്ഷയാണ് CGL, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാവുന്ന പരീക്ഷയാണ് CHSL. അതേപോലെ SSLC യോഗ്യതയുള്ളവർക്ക് GD, MTS പോലെയുള്ള പരീക്ഷകൾ മറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ CHSL നല്ലൊരു അവസരമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കുന്നതിന് ഇത് CHSL നല്ലൊരു വഴിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാ വർഷവും CHSL ആണെങ്കിലും CGL ആണെങ്കിലും അതേപോലെ GD ആണെങ്കിലും വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരീക്ഷ നടക്കുന്നത് ടയർ 1, ടയർ 2 എന്നുള്ള 2 ലെവലിലാണ്. ടയർ 1ന്റെ പരീക്ഷ മിക്കവാറും ജൂലൈ മാസം 10-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ ജൂലൈ മാസം 2-ാം വാരം പരീക്ഷ നടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക. വിശദ വിവരങ്ങൾക്ക് ssc.gov.in എന്ന വെബ്സൈറ്റ് വഴി നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക. വൺ ടൈം രജിസ്ട്രേഷൻ നടത്താത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, SSCയുടെ പുതിയ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. പൊതുവിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയ ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ GK, മാത്തമെറ്റിക്സ്, ലോജിക്കൽ റീസണിംഗ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നേടാവുന്ന ഒരു ഗ്ലാമറസ് ആയിരിക്കുന്ന ഒരു ജോലിയാണ്, ഗവൺമെന്റ് ജോലിയാണ്, കേന്ദ്ര സർക്കാരിലേക്കുള്ള ജോലിയാണ് CHSL, അതേപോലെ CGL, GD, MTS പോലുള്ളത്. കേരള PSCക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSCയും നമുക്ക് നല്ലൊരു അവസരമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.